ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു ചീസ് കേക്ക് ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾക്കിതിലേക്ക് മെയിനായിട്ട് ആവശ്യം ചീസാണ് കേട്ടോ. ചീസ് ക്രീം അത് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് തൈരാണ് കേട്ടോ. അത് 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഈ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല തണുപ്പ് പോയതിന് ശേഷമാണ് ഇത് യൂസാക്കുന്നത്. ഇനി നമ്മൾക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ആ ഒരു പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ഇതിലോട്ട് ചേരണം. അപ്പോൾ ഞാൻ പൊടിച്ച പഞ്ചസാര അല്ല ഉപയോഗിക്കുന്നത്, ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട് നല്ല ഇത് ഈസിയിൽ മിക്സായി കിട്ടി. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര എല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർത്തത് 1 ടേബിൾ സ്പൂൺ മൈദയും 3/4 ടേബിൾ സ്പൂണോളം കോൺഫ്ലോറാണ് ചേർത്തത്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു ചീസ് നല്ല തണുപ്പ് പോയതിന് ശേഷമാണ് ഇങ്ങനെ ആക്കേണ്ടത്. പിന്നെ മിക്സാക്കുന്നത് നമ്മുടെ വിസ്ക് കൊണ്ട് മിക്സാക്കി എടുത്താൽ ഈസിയിൽ ഇതാവും കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സായ ശേഷം ഞാനിതിലോട്ട് 1 മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് യൂസാക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ തന്നെ മതി, നമ്മൾ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി ഇതാ ഞാൻ 2ാമത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് വനില എസൻസ് ആണ്. അത് 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഓറഞ്ചിൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ എസൻസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ലൈമാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേക്കെല്ലാം ബേക്ക് ചെയ്യുന്ന അതേ ട്രേയിൽ തന്നെയാണ്. അതിലോട്ട് ഞാനിതാ വലിയൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പർ നമ്മളിത് മുകളിലോട്ട് പൊങ്ങി വരുന്ന രീതിയിൽ വേണം വെക്കാൻ. കാരണം നമ്മൾക്ക് പെട്ടെന്ന് ഇത് ഡിമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓവനിലാണ് വെക്കുന്നത്. 160 ഡിഗ്രിയിൽ 50 മിനിറ്റ്സ് വെച്ചതേ ഉള്ളൂ. ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ചെറിയൊരു ലൂസ് പോലത്തെ ഒരു ഇതന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബ്രൗൺ കളർ വരാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കാരമലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാര ഇട്ട് ഞാനിതാ ഗ്യാസിൻ്റെ ഈ ഒരു ലൈറ്റർ കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനെ കാരമലാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചൊക്കെ കളറും മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പർ കുറച്ച് മുകളിലോട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസിയിൽ അത് റിമൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അപ്പോഴൊന്നും കൂടെ കട്ടിയായിട്ട് വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട്, എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഇതിൽ വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഇടാത്തത് കൊണ്ടാണോ എനിക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് അറിയുന്നില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീമെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കട്ടെ. ഒരു 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടെന്ന് എനിക്കറിയുന്നില്ല, എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ കുട്ടികൾക്കെല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് കൂടുതൽ വന്നത് ഇതിൻ്റെ മുകളിലോട്ട് ചോക്ലേറ്റ് ഇട്ടപ്പോഴാണ് കേട്ടോ. കുറച്ചും കൂടെ നല്ല ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് നല്ല ടേസ്റ്റായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ടോ എന്നും കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ ചീസ് വെറുതെ പോയതാണോ എന്നും കൂടി സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. എന്നെ അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.